സന്നിധിയിൽ പ്രാർത്ഥനയോടെ കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. കൊലോസ്യ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 4:1 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിച്ചാട്ടെ. മൂന്നാമത്തെ അധ്യായം 18 to 4:1. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിൽ എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവിൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മൾ ഈ വേദഭാഗങ്ങളെ അല്പമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഭാര്യമാരെ പറ്റി, ഭർത്താക്കന്മാരെ പറ്റി, അതുപോലെ മക്കളെ പറ്റി, പിതാക്കന്മാരെ പറ്റി ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ അല്പമായി ശ്രമിക്കുകയായിരുന്നു. സ്തോത്രം. ഒരുപക്ഷെ യഥാർത്ഥമായി ഈ വചനത്തിന്റെ ബോധ്യങ്ങളിലേക്ക് വന്നെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു ഭാര്യയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വചനത്തിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലായി കാണും, നമ്മൾ ഇതുവരെ ആകേണ്ടതുപോലെ ആയിട്ടില്ല എന്ന്. സ്തോത്രം. ഒരു ഭർത്താവാണെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കി കാണും, കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഒരു ഭർത്താവാകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് മനസ്സിലാകും. സ്തോത്രം. ഒരു മകനായിരുന്നു, മകളായിരുന്നു എങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന, നമ്മൾ ദുഃഖിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മാതാപിതാക്കൾക്ക് ആ സമയത്ത് അനുസരണമുള്ളവരായിരിക്കണമായിരുന്നു എന്ന് ചിന്തിക്കുന്ന മനോഭാവങ്ങൾ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും കാണും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. സ്തോത്രം. ഇനി അല്ലാതെ നമ്മളൊരു ദൈവം നമുക്ക് തലമുറകളെ തന്നിട്ടുണ്ട്, നമ്മൾ ഒരു പിതാവാണ് അല്ലെങ്കിൽ ഒരു പേരന്റാണ് എങ്കിൽ തീർച്ചയായിട്ടും മക്കളെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നതിൽ ദൈവവചന പ്രകാരമുള്ള പാകപ്പിഴകൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാസ്തവമായ ആ മനസ്സിലാക്കൽ ബോധ്യങ്ങളിലേക്ക് വരുവാൻ ഈ വചന ചിന്തകൾ ഇടയാക്കട്ടെ. ഇതൊന്നും നമ്മളെ ഒരു തെറ്റിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു ഗിൽറ്റി ഫീലിലേക്ക്, ഒരു 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 വലിയ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകാനല്ല കർത്താവിന്റെ വചനം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മുടെ പരാജയത്തെ മനസ്സിലാക്കുവാനും ആ പരാജയത്തിൽ കൂടി കർത്താവിനെ, കൊലോസ്യ ലേഖന പ്രകാരം മനസ്സിലാക്കിയാൽ കർത്താവിനെ കൂടുതൽ അറിയുക, ആ അവസരങ്ങളെ നമ്മൾ പാഴാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങൾ, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന പൊസിഷനിൽ നമ്മൾ എപ്രകാരമായിരിക്കണം, നമ്മൾ കഴിഞ്ഞ കാലത്തിൽ ഒരു നല്ല മകനായിരുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു മകളായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിങ്ങനെ ഓർത്തോർത്ത് ചിന്തിച്ചിരിക്കുകയല്ല, അയ്യോ അന്ന് ഞാൻ തെറ്റുപറ്റിപ്പോയല്ലോ, അന്ന് ഞാനൊരു പിതാവായിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു മാതാവായിരുന്നിട്ട് എനിക്ക് അങ്ങനെ എൻ്റെ മക്കളോട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ കുറ്റബോധത്താൽ ഇരിക്കുകയല്ല. അത് വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഏത് പൊസിഷനിലായിരിക്കുന്നു, അത് ഈ ഭാഗവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുന്നു, അതിൽ കർത്താവിന് പ്രസാദകരമായി കർത്താവിന്റെ ഇഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ കൂടി കർത്താവിനെ ഇപ്പോഴും അറിയുവാൻ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ ഈ വചന ചിന്തകളെ ഇടയാക്കട്ടെ. മറ്റൊന്നിലുമല്ല, യേശുവിനെ അറിയുവാൻ ഈ ഭാഗങ്ങളിലെ വചനചിന്തകൾ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ 21 വാക്യമാണ്. സ്തോത്രം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. സ്തോത്രം എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അത് അല്പമായും കൂടെ പറഞ്ഞ് ദൈവസന്നിധിയിൽ നിർത്തുവാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പീഡിൽ പറഞ്ഞു പോയ ചില കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഷൻ പോലെ ഒന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പേരന്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പിതാവായിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ 100% നമ്മളൊരു നല്ല പിതാവായിരുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ദൈവജന പ്രകാരം നമ്മുടെ കുറവുകൾ മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ഇല്ല, തീർച്ചയായിട്ടും നമ്മുടെ പേരന്റിങ്ങിൽ നമുക്ക് തെറ്റുകൾ വന്നിട്ടുണ്ട്. സ്തോത്രം. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ പൊസിഷനിലെ കടമ മാത്രം നമ്മൾ നോക്കിയാൽ മതി. സ്തോത്രം. ഇവിടെ 21 വാക്യം പറയുമ്പോൾ 20 വാക്യത്തെ ഒരു ഒരു എക്സ്ക്യൂസായി എടുക്കാനുള്ള ഒരു, അല്ലെങ്കിൽ ആ വചനം അല്ലെങ്കിൽ ആ വാക്യം വേണ്ട എന്ന് പറയാൻ വേണ്ടിയല്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ നല്ലതായിട്ട് വളർത്തിയില്ല പാസ്റ്ററെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല.
മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർത്താവ് കൊടുക്കുന്ന ആജ്ഞ എന്ന് പറയുന്നത് മാതാപിതാക്കളെ പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഇനി ആ മാതാപിതാവ് നമ്മളോട് ദൈവവചന പ്രകാരം ഇടപെടേണ്ട മേഖലകളിൽ അതേ രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ പോലും, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവവചനം നമ്മളോട് പറയുന്നത് നമ്മൾ ഏത് പൊസിഷനിലായിരിക്കുന്നു, നമ്മളൊരു ഭർത്താവാണോ, നമ്മളൊരു ഭാര്യയാണോ, നമ്മളൊരു മകനാണോ, നമ്മളൊരു പപ്പയാണോ, ആരാണോ, ഏത് പൊസിഷനിലായിരിക്കുന്നു, ആ പൊസിഷനിൽ നമ്മുടെ കടമ മാത്രം നമ്മൾ എടുത്താൽ മതി. നമ്മൾ മറ്റൊരാളുടെ കടമയിലേക്ക് പോകുവാൻ ദൈവവചനം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത് എന്ന് സ്തോത്രം പറയുകയാണ്. സ്തോത്രം. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരു പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ദൈവം ഒരു പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാവ് രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ജീവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്തോത്രം. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് അല്പമായി തുടർന്നുള്ള സമയങ്ങളിൽ ചുരുക്കം ചില മിനിറ്റുകൾ എടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. ഇനി രക്ഷിക്കപ്പെടാത്ത ഒരു മാതാവും പിതാവുമാണ് നിങ്ങളെങ്കിൽ യഥാർത്ഥമായി അത് പ്രത്യേകം പറയേണ്ടി വരുന്നു. യഥാർത്ഥമായി രക്ഷിക്കപ്പെടാത്ത, പലപ്പോഴും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട, പെന്തിക്കോസിൽ ജനിച്ചു വളർത്തപ്പെട്ട പല ആളുകളും, പല മാതാപിതാക്കളും, ദുഃഖത്തോടെ പറയട്ടെ, പല മാതാപിതാക്കളും യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരല്ല. അവർ സ്നാനപ്പെട്ടവരാണ്, കർത്തൃമേശ എടുക്കുന്നവരാണ്, സഭയുടെ അംഗമാണ് എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും യഥാർത്ഥമായി റിയലായി അവർ രക്ഷിക്കപ്പെട്ടവരല്ല. സ്വത്രം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു മാതാവായി പിതാവായി തീരുക എന്നതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അവരാദ്യം രക്ഷിക്കപ്പെടട്ടെ, രക്ഷയിലേക്ക് വരട്ടെ. അവരാദ്യം സുവിശേഷം കേട്ട് യേശുവിനെ അംഗീകരിക്കട്ടെ. അതിനുശേഷം ഓട്ടോമാറ്റിക്കായി കർത്താവ് ഈ വചനങ്ങളിലേക്ക് അവരെ നയിക്കും. സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കൂടി കർത്താവിനെ അറിയുവാനോ ഇവിടേക്ക് നയിക്കപ്പെടുവാനോ ഇടയാകത്തില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ. സ്തോത്രം. ഇതിൽ നിന്ന് ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷൻ പോലെ നേരത്തെ കാര്യമായി ചേർത്ത് പറഞ്ഞാൽ, ഒരുപക്ഷെ ഞാൻ അന്ന് നിങ്ങളോട് അല്പമായി പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില വികലതകൾ നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഒരു കുഴപ്പം, ഒരു കുറവ് നമ്മുടെ പേരന്റിങ് നിമിത്തമോ അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യങ്ങൾ നിമിത്തമോ ഒക്കെയാണ് ഒരു കുറവുണ്ട്, മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദത്തിൽ കൂടെയുള്ള അമിതമായ കോപമോ അല്ലെങ്കിൽ അമിതമായ ഇവിടെ പറഞ്ഞതുപോലെ അധൈര്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണയായി നമ്മൾ നമുക്ക് രോഗത്തിന് മരുന്നെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, രോഗത്തിന് നമ്മൾ മെഡിസിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണെന്ന് തോന്നുന്നു. സ്തോത്രം. നമ്മളൊരു കൗൺസിലിങ്ങിന് വേണ്ടി ഒരു മുതിർന്ന ഒരു പ്രായമുള്ള ഒരു ദൈവദാസന്റെ അടുക്കിലേക്ക് പോകുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ക്രിസ്തീയ വചനപ്രകാരമുള്ള ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ ചിന്തിക്കുന്നത് നമ്മളൊരു കൗൺസിലിങ്ങിനായി പോകുന്നത് എന്തോ പാപമാണെന്നും അത് ദൈവപ്രകാരം തെറ്റാണെന്നും ഒക്കെ ചിന്തിക്കുന്നവരുണ്ട്. ക്രിസ്ത്യൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അത് നിരന്തരമായി ചെയ്യുന്ന നമ്മുടെ ദൈവദാസനം പോലെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, കർത്താവിന്റെ ദാസന്മാർക്ക് കൃത്യമായ ഗൈഡൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ കടന്നു പോകുന്ന ചില മാനസിക സംഘർഷങ്ങളെ നേരിടുവാൻ അവരുടെ കൗൺസിലിംഗിൽ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനും കൂടെ മുതിരുവാൻ നമുക്ക് കഴിയണം. നമ്മൾ മരുന്നെടുക്കുന്നവരാണെങ്കിൽ, അതിനൊക്കെ നമ്മൾ സാധാരണയായി രോഗത്തിന്റെ സൗഖ്യത്തിനായി മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ ഇതും ഒരു ഭാഗമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് മറച്ചു വെക്കാതെ ഞാൻ കുറച്ചു കാലം പ്രാർത്ഥിച്ചിരിക്കട്ടെ, എന്നാൽ പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ മരുന്നെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് ഒരു സംഘർഷമുണ്ട്, ഒരു വികലമായ ഒരു ചിന്തയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു കൗൺസിലിങ്ങിനായി പോകുന്നതിൽ ദൈവവചന പ്രകാരം നമ്മൾ മരുന്നെടുക്കുന്നവരാണെങ്കിൽ തെറ്റില്ല എന്ന് തന്നെ ഞാൻ 100% നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ളത് വരുമ്പോൾ അത് നമ്മൾ കർത്താവിന്റെ ആശ്രയത്തിൽ നിന്ന് പോയതാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. സ്വത്രം. ചില സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമാണ്. സ്വത്രം. മറ്റുള്ളവരുടെ ഒരു സഹായം ആവശ്യമാണ്, മറ്റുള്ളവരുടെ വചനപ്രകാരമുള്ള അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻ. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വചനം നമ്മൾ ബൈബിൾ ക്ലാസ് കേൾക്കുമ്പോൾ എല്ലാ ദൈവദാസന്മാരും പറയത്തില്ല. സ്തോത്രം. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും നമുക്ക് കഴിയത്തില്ല. കഴിയുന്നതിന്റെ ലിമിറ്റ് ഇട്ടുകൊണ്ടാണ് ഒരു ദേവദാസൻ ഇങ്ങനെയുള്ള കുടുംബ ഭാഗങ്ങളെ പറ്റി പറയുവാൻ ശ്രമിക്കുന്നത്. സ്തോത്രം. എന്നാൽ പറയുവാൻ ഇനിയും ബാക്കിയുള്ള ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു പ്രായമുള്ള ഒരു പക്വതയുള്ള ഒരു ദൈവദാസൻ നിങ്ങളോടൊപ്പം സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ അല്പം സമയം ചിലവഴിച്ചാൽ തീർച്ചയായും അവർക്ക് നിങ്ങളുടെ പ്രോബ്ലത്തെ മനസ്സിലാക്കി ചില കാര്യങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് പ്രായമുള്ള പക്വതയുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ദൈവദാസന്മാരോട് തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ ഒരു തെറ്റില്ല എന്ന് തന്നെ. മാനസിക സംഘർഷം നിങ്ങൾ കടക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആരോടെങ്കിലും പറയണമെന്ന് തോന്നുന്നെങ്കിൽ, വിശ്വാസമുള്ള വിശ്വാസമില്ലാത്ത മനുഷ്യരിൽ പറയാത്തത് വിശ്വാസമുള്ള ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ എന്താണ് പറയുന്നത്, സാക്ഷ്യത്തോടെ ജീവിക്കുന്ന ദൈവദാസന്മാർ, കഴിയുമെങ്കിൽ പ്രായമുള്ള ദൈവദാസന്മാരോട് അത് കൈമാറുവാൻ ദൈവസന്നിധിയിൽ അത് ശ്രമിക്കുന്നതിൽ തെറ്റില്ല, അതൊരു പാപമല്ല എന്ന് ഞാൻ ഇതിനിടയിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ലൈഫിൽ പേരന്റിങ് നിമിത്തം പല കുഞ്ഞുങ്ങളിലും
ആമേൻ കുഴപ്പങ്ങൾ വരാറുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പിതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അധൈര്യപ്പെടുത്തരുത്, അവരെ കോപിപ്പിക്കരുത്, അവരെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടത്തിവിടരുത് എന്നാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞതാണ്. സ്തോത്രം. മെയിൻ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ആത്മീക സമൂഹത്തിന്റെ ഒരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒത്തിരി പറയുന്നുണ്ട് കുഞ്ഞുങ്ങളോട് ചെയ്യുവാൻ, എന്നാൽ അവർ നമ്മളിൽ നിന്ന് അത് കാണുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു സത്യം. സ്തോത്രം. നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അത് നമ്മളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. അത് നമ്മൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ കേട്ടിട്ടുള്ളത്, ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല കുഞ്ഞുങ്ങൾ കേൾക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മളൊരു കപട മനോഭാവത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. ആ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മുന്നിൽ ചെയ്ത് കാണിക്കാൻ, മക്കളെ ദൈവത്തെ ഭയക്കണം എന്ന് നമ്മൾ ഒത്തിരി പറയുന്നതിനേക്കാൾ നല്ലത്, നമ്മൾ ദൈവത്തെ ഭയക്കുന്ന ജീവിക്കുന്ന ഒരു സ്വഭാവമാണോ, അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും. ഇന്നത്തെ തലമുറയ്ക്ക് കുഞ്ഞായിരുന്നാൽ പോലും മനസ്സിലാകും നമുക്ക് ദൈവത്തെ പേടിയുണ്ടോ എന്ന്. സ്തോത്രം. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കാറുണ്ട്. ഞാൻ വേണമെങ്കിൽ ഈ പ്രസംഗം പ്രസംഗിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവരുടെ മുന്നിൽ ഈ വചനത്തിനെതിരായ ഒരു കാര്യം പറഞ്ഞാൽ, പപ്പയപ്പ പ്രസംഗിച്ചതാണല്ലോ അങ്ങനെ എന്ന് പറയുവാൻ കെൽപ്പുള്ളവരാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ലൈഫിൽ കൂടി ആ കർത്താവിനെ മാതൃകയാക്കി ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണുവാൻ ദൈവം നമ്മൾ ഇടയാക്കട്ടെ. സ്തോത്രം. പിന്നീട് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ തെറ്റുകളിൽ മാതാപിതാക്കൾ ഇങ്ങനെ കോപിക്കുമ്പോഴും അധൈര്യപ്പെട്ടു പോകുമ്പോഴും ഒക്കെ പലപ്പോഴും ഒരു എക്സ്ക്യൂസായി, ഒരു 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 ബഹാന അല്ലെങ്കിൽ ഒരു 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 വഴിയായിട്ട് മാതാപിതാക്കൾ പലപ്പോഴും പറയുന്നതാണ്, അയ്യോ പാസ്റ്ററെ, എൻ്റെ 5 വയസ്സിൽ, എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. സ്തോത്രം. തീർച്ചയായിട്ടും ശരിയായിരിക്കാം. നിങ്ങളുടെ 15ാമത്തെ വയസ്സിലോ നിങ്ങളുടെ 10ാമത്തെ വയസ്സിലോ 5ാമത്തെ വയസ്സിലോ ഒന്നും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടോ പാസ്റ്ററോടോ നിങ്ങളുടെ അയൽക്കാരോടോ അങ്ങനെ സംസാരിച്ച് കാണത്തില്ല. എന്നാൽ അതല്ല കുഞ്ഞുങ്ങൾ കാണുന്നത്. നിങ്ങളുടെ 5 വയസ്സിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇടപെട്ടു എന്ന് കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തെ നമ്മുടെ ഉയർച്ചയായി പറയാതെ, കുഞ്ഞ് ജനിച്ചതിന് ശേഷം നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, അതാണ് അത് അവരെ സ്വാധീനിക്കുന്നത്. സ്തോത്രം. തീർച്ചയായിട്ടും ശരീരത്തിന്റെ ഘടനയനുസരിച്ച് അവരിൽ നിന്ന് നമ്മൾ ജനിക്കുന്നതുകൊണ്ട് അവരുടെ ചില സ്വഭാവങ്ങൾ നമ്മളിൽ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കേണ്ട സമയത്തിന് മുമ്പ് വരെ തീർച്ചയായും നമ്മളിൽ ഉള്ളതിൽ നമ്മൾ പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ സ്തോത്രം, നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം നമ്മൾ ഏത് വിധത്തിൽ, അയ്യോ എൻ്റെ കുഞ്ഞിലെ പാസ്റ്ററെ എനിക്ക് മൊബൈലൊന്നും ഇല്ലായിരുന്നു, ആർക്കും ഇല്ലായിരുന്നു, മൊബൈലൊക്കെ ഇപ്പോൾ വന്നതല്ലേ. സ്തോത്രം. അതുകൊണ്ട് ഇവ കണ്ടില്ലേ, 8 വയസ്സായതുകൊണ്ട് 10 വയസ്സ് മൊബൈലും കൊണ്ട് നടക്കുകയാണ്. ഓക്കെ, കുഞ്ഞ് 8ാമത്തെ വയസ്സിൽ 9ാമത്തെ വയസ്സിൽ മൊബൈൽ എടുത്തുകൊണ്ട് നിങ്ങളുടെ 9ാമത്തെ വയസ്സിൽ നിങ്ങൾ നടന്നില്ലെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മൊബൈൽ അങ്ങനെ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അതില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മാതൃകയാക്കി കുഞ്ഞുങ്ങളുടെ മുന്നിൽ പറയുവാനുള്ള സാധ്യതകളുള്ളൂ. സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങൾ ഇപ്പോൾ ബൈബിൾ വായിക്കുന്നവരാണോ? നിങ്ങൾ ഇപ്പോൾ വചനം കേൾക്കുന്നവരാണോ? ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ ഭയക്കുന്നവരാണോ? ഇപ്പോൾ നിങ്ങൾ വചനത്തിനനുസരിച്ച് ജീവിക്കുക. നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ അങ്ങനെയായിരുന്നുള്ള നല്ല കാര്യം അതവിടെ ഇരിക്കട്ടെ, നല്ല സാക്ഷ്യമാണ്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിങ്ങളെ എന്ത് കാണുന്നു? ഞാൻ എൻ്റെ അപ്പയോട് ഇങ്ങനെ സംസാരിക്കത്തില്ലെന്ന് പറയുകയും ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കോപം വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ളതാണ് കുഞ്ഞുങ്ങൾ കാണുന്നത്. സ്തോത്രം. അവിടെ നമുക്ക് 5 വയസ്സിലെ കാര്യങ്ങൾ പറഞ്ഞ് ഉയർച്ച പറയുവാൻ ദൈവവചനത്തിൽ വലിയ സന്തോഷമൊന്നുമില്ല. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് കുടുംബജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് വരുന്നത് എന്ന് നമ്മൾ ശക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ മാതാപിതാക്കൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുവാൻ. സ്തോത്രം. എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? നമുക്കറിയാം, പലപ്പോഴും കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ എന്താണ്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിച്ചു കളയരുത്, വഞ്ചിച്ചു കളയരുത്, കവർന്നു കളയരുത് എന്ന് 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പലപ്പോഴും ഇന്നത്തെ തലമുറകളെ മാതാപിതാക്കൾ പലപ്പോഴും ലോകത്തിന്റെ ജ്ഞാനത്തിൽ വളർത്തുകയും ക്രിസ്തുവിന്റെ സ്വഭാവം പോലെ ആകുവാനും പ്രേരിപ്പിക്കുന്നു. അത് രണ്ടും കൂടെ നടക്കത്തില്ല. സ്തോത്രം. ലോകത്തിന്റെ ജ്ഞാനത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുകയും ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. സ്തോത്രം. എന്നാൽ എന്താണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്?
നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിന്റെ ഭയത്തിൽ വളർത്തണമെങ്കിൽ 3-ാം അധ്യായ പ്രകാരം ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കുന്ന രീതിയിൽ ഞാനും നിങ്ങളും വളരുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉയരത്തിലുള്ള യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത്? നമ്മൾ തത്വജ്ഞാനവും വെറും വഞ്ചനയും ഉള്ള ലോകത്തിന്റെ വിജയങ്ങളുടെ വെളിപ്പാടുകളിലേക്കാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെങ്കിൽ അവർ ക്രിസ്തുവിൽ എങ്ങനെ വളരും? നിങ്ങൾ നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിൽ മുഴുവൻ സാമ്പത്തികത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, പൊസിഷനുകളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, ലോകത്തിന്റെ മഹത്വം മാത്രമാണ് നിങ്ങളുടെ തലമുറകളുടെ മുന്നിൽ ഉയർത്തി കാണിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരുന്നത്? നമ്മുടെ ഭവനത്തിലെ സംസാര രീതി ഏറ്റവും കൂടുതൽ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ 3-ാം അധ്യായ പ്രകാരം നമ്മൾ അമിതമായി ലോകത്തെക്കുറിച്ചും ലോകത്തിലെ എന്താണ് പറയുന്നത് അത്യാഗ്രഹങ്ങളും ഇവിടെ എന്താണ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നിങ്ങൾക്ക് താഴോട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്താ പറയുക? നിങ്ങൾ സൗമര്യമുള്ളവരായിരിപ്പീൻ, നിങ്ങൾ കർത്താവിനായി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് എന്താണ്, നിങ്ങൾ ക്ഷമിക്കുന്നവരായിരിപ്പീൻ. നമ്മൾ ക്ഷമിക്കാതെ നമ്മളുടെ ലൈഫിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാതെ നമ്മൾ കേവലം ചില ഉപദേശങ്ങളുമായി മാത്രം കടന്നു വരുമ്പോൾ അത് അവരിൽ കോപമുളവാക്കും. പിന്നീട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. അവർ പിന്നീട് അധൈര്യപ്പെടുകയോ അല്ലെങ്കിൽ അത് കോപത്തിലേക്ക് നയിക്കപ്പെടുകയോ ചെല്ലുമ്പോൾ സ്തോത്രം, അതിൽ സ്തോത്രം, സഭ ആളുകളെ കുറ്റം പറയുന്നതിനേക്കാൾ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ബൈബിളിലെ സത്യം എന്ന് പറയുന്നത്, ആത്മീക ശുശ്രൂഷയുടെ നേതൃനിലയിലേക്ക് വരുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ തലമുറകളെ നന്നായി ഭരിക്കുന്നവരാകണം നമ്മൾ. അത് ദൈവജനത്തിലെ മാറ്റമില്ലാത്തൊരു സത്യമാണ്. നമ്മുടെ സഭയിലെ ഒരു പൊസിഷൻ നമുക്ക് ആവശ്യമാണ്. സഭയിലെ എന്തെങ്കിലും ഒരു നേതൃനിരയിലേക്ക് നമുക്ക് വരേണ്ടതിന് പാപമായിട്ട് ബൈബിളിൽ പറയുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമായിട്ടാണ് ബൈബിളിൽ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. സ്തോത്രം. എന്നാൽ സ്വന്തം കുടുംബത്തെ, സ്വന്തം തലമുറകളെ നന്നായി ഭരിക്കുവാൻ കഴിയാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്, അവർക്ക് നേതൃസ്ഥാനങ്ങളിൽ വരാതിരിക്കുന്നതാണ് ദൈവവചന പ്രകാരം നല്ലത്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കർത്താവിന്റെ കൃപയിലേക്ക് വളർത്തുവാൻ സമൂഹത്തിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നേതൃനിലയിലേക്ക് വരുന്നതിൽ നമ്മൾ അല്പം പുറകോട്ട് പോകുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. അതിന്റെ അർത്ഥം ഇനി ആരെങ്കിലും ശുശ്രൂഷയിലായിരിക്കും നമ്മുടെ തെറ്റല്ലാത്തത് കൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയത് കൊണ്ട് നമ്മൾ ഇനി ശുശ്രൂഷ കളയണമെന്നല്ല. കഴിവിന്റെ പരമാവധി ദൈവവചന പ്രകാരം നമുക്ക് അങ്ങനെ തന്നെയാണ് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ ക്രിസ്തുവിലായിരിക്കണമെന്നും അധൈര്യപ്പെട്ടു പോകരുതെന്നും അങ്ങനെയുള്ള ഒരു ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരണമെന്നുള്ളത് ആദ്യമായി ദൈവം കടമയായി പറഞ്ഞത് പേരൻസിനോട് തന്നെയാണ്. സ്തോത്രം. ഇനി മറ്റൊരു ഭാഗം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്നത്തെ തലമുറകളിൽ നമ്മൾ പലപ്പോഴും ഒരു പ്രായമായി കഴിഞ്ഞ് കാണുന്നത്, വിവാഹം കഴിക്കാൻ അവർക്ക് താല്പര്യമില്ല. സ്തോത്രം. വിവാഹം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും. അത് അവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാരീരികമായ എന്തെങ്കിലും വൈകല്യങ്ങളോ കുഴപ്പങ്ങളോ ഉള്ളത് കൊണ്ടൊന്നുമല്ല. എന്താണ്, അവർക്ക് കീഴടങ്ങി നിൽക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു കുടുംബജീവിതത്തിന്റെ ഭദ്രതകളിലേക്ക്, ആ ബാധ്യതകളിലേക്ക് അതൊരു ബാധ്യത പോലെ തോന്നുകയാണ്. ഇതിന്റെ ഒരു മെയിൻ കാരണം പലപ്പോഴും ഒരു നല്ല ശതമാനം, പൂർണ്ണമായ ആ കാരണമല്ല, ഒരു നല്ല ശതമാനം കാരണമെന്ന് പറയുന്നത് മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെ കണ്ട് അവർ വളരാത്തതും കൂടെ കൊണ്ടാണ്. അതാണെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അതും കൂടെ കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞു തലമുറകൾ കർത്താവിന്റെ ഗൈഡൻസ് ഇല്ലാതെ വിവാഹത്തിൽ നിന്ന് മാറിയിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയട്ടെ, വിവാഹത്തിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും കർത്താവിനെ ആഴത്തിൽ അറിയുവാനുള്ളൊരു നല്ല അവസരമാണെന്ന് മനസ്സിലാക്കി, വിവാഹം വിലക്കുന്നത് ദൈവീകമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സ്തോത്രം, അതിന് പകരമായി നമുക്ക് ഒരു രീതിയിലും എക്സ്ക്യൂസ് എടുത്ത് മറ്റൊരു ഭാഗത്തിലേക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ഇന്ന് ആത്മീക ലോകത്തിൽ പോലും ലിവിങ് ടുഗദർ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട്. സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എന്തു ചെയ്യാൻ സാഹചര്യമുള്ള ഒരു തലമുറയിലേക്ക് നമ്മുടെ ആത്മീക സമൂഹം പോലും വീണുപോകുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സ്തോത്രം, പിതാവിനും മാതാവിനും വലിയ കടമകളുണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കാണിച്ചു കൊടുക്കുന്നതിൽ. ഈ സ്വഭാവത്തിൽ കൂടി ഒരു ഭാര്യ കീഴടങ്ങി ജീവിക്കുന്നില്ലെങ്കിൽ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, അത് മക്കളെ ആ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഭാര്യയുടെ കടമയും ഭർത്താവിന്റെ കടമയും കുടുംബത്തിൽ ചെയ്തുകൊണ്ട് കർത്താവിനെ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. സ്തോത്രം.
അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ കർത്താവിനെ മനസ്സിലാക്കുവാൻ കുഞ്ഞുങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇടയാക്കട്ടെ. എല്ലാത്തിലും കർത്താവിന്റെ സന്നിധിയിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ മാതൃകയാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, കുഞ്ഞുങ്ങളെ ആമേൻ ഇത് മനസ്സിലാക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു എക്സ്ക്യൂസായി കുഞ്ഞുങ്ങളെ എടുക്കരുത്. ആമേൻ, സ്തോത്രം. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പറയുകയാണ്, ശരിയാ പാസ്റ്റേ, ആമേൻ, അപ്പനും അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാട്ടെ, അവർ ശരിയല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയത്. അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയത്തില്ല. നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോളാം, നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അപ്പനും അമ്മയും നിങ്ങൾക്ക് സത്യം പറഞ്ഞു തന്നില്ലെന്നോ, നന്നായിട്ട് ഇടപെട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിനും ദൂരെ മാറിപ്പോകുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഓൾറെഡി ക്രിസ്തുവിന്റെ അഗാധമായ സ്നേഹം നിങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണെങ്കിൽ, ഇനി മാതാപിതാക്കൾ നിങ്ങളെ മോശമായി ട്രീറ്റ് ചെയ്ത വ്യക്തികളാണെങ്കിൽ പോലും അതൊരു എക്സ്ക്യൂസായി എടുക്കുവാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ, കർത്താവിന്റെ സന്നിധിയിൽ ഒരു മാതാപിതാക്ക് വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞിനെ വളർത്തുമ്പോൾ ഇപ്രകാരം വളർത്തണം എന്നുള്ളത് ശരിയാണെങ്കിലും, ഇനി അങ്ങനെ വളർത്തപ്പെടാത്തൊരു കുഞ്ഞാണെങ്കിലും അത് ഈ വചനവുമായി ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ എനിക്ക് അറിയാൻ എനിക്കത് തടസ്സമായി പോയി, അതുകൊണ്ട് ഞാൻ കർത്താവിനെ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നു ഇപ്പോഴും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ആഴമുള്ള സ്നേഹം സ്വർഗീയ പിതാവായ ദൈവത്തിനും നമ്മൾ ലഭിച്ചിരിക്കെ ഇനി ലോകത്തിലെ മാതാപിതാവിന്റെ സ്നേഹം ക്രിസ്തുവിൽ കൂടി അറിയണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഏറ്റവും ആഴമായ സ്നേഹം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സ്നേഹമല്ല, ക്രൂശിൽ കൂടി പിതാവ് നമുക്ക് വെളിപ്പെടുത്തിയ സ്നേഹമായിരുന്നു. സ്തോത്രം. അത് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതായതുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ അവിടെ നിന്നും ആമേൻ, ദൈവസന്നിധിയിൽ ആമേൻ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ കുടുംബ ജീവിതത്തിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മാതാവും പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുഞ്ഞുങ്ങളോടും കൂടെ പറയട്ടെ, മാതാപിതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷനാണ്. അതെ, നമ്മളെ തിരുത്തുവാനും നമ്മളെ ശകാരിക്കുവാനും നമ്മളെ കൂടെ കൈത്താങ്ങാൻ സ്റ്റക്കായി ജെയിംസ് പാസ്റ്റർ. സോറി, കേൾക്കാമല്ലോ? ഓക്കെ, സ്തോത്രം. ആമേൻ. ഇനി അല്പസമയം നമുക്ക് കുഞ്ഞുങ്ങൾ ഡിസ്കറേജ് ആയി പോകാൻ, അല്ലെങ്കിൽ എന്താണ്, കോപിക്കുവാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വേഗത്തിൽ ശ്രമിച്ചിട്ട് അടുത്ത വേദഭാഗത്തിലേക്ക് പോകാം. സ്തോത്രം. അടുത്ത വേദഭാഗത്തിലേക്ക് പോകാം. സ്തോത്രം. നമുക്ക് മനസ്സിലാക്കുന്നത് പലപ്പോഴും മാതാപിതാക്കളുടെ ചില ഇടപാടുകൾ കുഞ്ഞുങ്ങളെ എന്താണ് ഡിസ്കറേജ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് പോലെ കോപത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിൽ ഫിസിക്കലായും അല്ലെങ്കിൽ വെർബലായിട്ടുമൊക്കെ വാക്കുകൊണ്ടുമൊക്കെ അബ്യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും. സ്തോത്രം. എന്താണ്, ഞാൻ അന്ന് ഇതിൻ്റെ ഒരു ചില കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിരുന്നതാണ്. സ്തോത്രം. നീ കഴിവ് കെട്ടവനാണ്, അല്ലെങ്കിൽ നീ കഴിവ് കെട്ടവളാണ്, നീ ബുദ്ധിയില്ലാത്തതാണ്. നമുക്ക് പലപ്പോഴും അതൊക്കെ പരാജയം നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളവരാണ്. സ്തോത്രം. അങ്ങനെ അവരെ കൊച്ചാക്കി സംസാരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ്, വാക്കുകൊണ്ടും പിന്നെ എപ്പോഴും ഇങ്ങനെ എന്താണ് എല്ലാ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും വെറുതെ അങ്ങ് അടിക്കുകയാണ്. ആമേൻ, ആവശ്യമില്ലാതെ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുകയാണ്. സ്തോത്രം. നമ്മളിപ്പോൾ ഒരു കാര്യം കുഞ്ഞിനോട് പറയുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അത് ചെയ്യണം. ഒരു വട്ടം പറഞ്ഞു, പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും പറയുന്നു, പിന്നെയും 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആകും. സ്തോത്രം. അവർ പെട്ടെന്ന് ചോദിക്കും, രണ്ടുവട്ടം പറഞ്ഞതല്ലേ, ഞാൻ കേട്ടല്ലോ. സ്തോത്രം. പല പ്രാവശ്യം എന്നോട് പറഞ്ഞതല്ലേ. അവർ പെട്ടെന്ന് കോപിക്കാനിടയാകും. സ്തോത്രം. എന്നാൽ നമ്മൾ നമ്മുടെ ടെൻഷൻ കൊണ്ടും നമ്മളുടെ അവരിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടും ഒക്കെ നമ്മൾ ഓവറായി പറയുന്ന, അല്ലെങ്കിൽ അമിതമായ ടെൻഷൻ, ചില പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ, ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ പലപ്പോഴും അത് അമിതമാകുന്നത് തെറ്റാണ്. സ്വന്തം ഒരു ചെറിയ ലേറ്റ് ആയാൽ പോലും, ചെറിയൊരു കുഴപ്പം സംഭവിച്ചാൽ പോലും നമ്മൾ അമിതമായി അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് കുഞ്ഞുങ്ങളെ ഭയങ്കരമായി ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അത് കുഞ്ഞുങ്ങളിൽ ഈ സാഹചര്യത്തിലേക്ക് ഡിസ്കറേജ് ആയി പോകാനും, അല്ലെങ്കിൽ അവർ അതിൽ കോപിക്കുവാനും സാധ്യതയുള്ള ഒരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം. സ്തോത്രം. ആമേൻ. അങ്ങനെ കർത്താവ് നമ്മളോട് ചെയ്തില്ല കേട്ടോ. സ്തോത്രം. കാരണം എല്ലാ കാര്യത്തിനും ദൈവം നമ്മളെ അടിച്ചോ, ഓരോ കാര്യം വരുമ്പോൾ ഓരോ അങ്ങനെ അടിച്ചു കർത്താവ് നമ്മളെ വിട്ടോ. സ്തോത്രം. അടിക്കുമെന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. സ്തോത്രം. പക്ഷേ നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മളെ ഓരോ കാര്യത്തിനും നമ്മൾ പെട്ടെന്നുണ്ടായി ദൈവമേ ക്ഷമിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ദൈവം നമ്മളെ അടിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ജീവിച്ചിരിക്കുമായിരുന്നു. സ്തോത്രം. കർത്താവ് നമ്മളെ അടിക്കും, ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ശിക്ഷണമുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷേ
ദൈവം ഇങ്ങനെ വടിയെടുത്തുകൊണ്ട് തെറ്റ് കാണുമ്പോഴേ നോക്കി നോക്കി ആ അതിൽ തെറ്റി അടി, അതിൽ തെറ്റി വഴക്ക്, ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല കർത്താവ് നമ്മളോട് കാണിച്ചത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പരിപാലനം അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തെ, ആ മനോഹര ബന്ധത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് യേശു നമ്മളെ എത്ര ആശ്വാസത്തോടെയാണ് ട്രീറ്റ് ചെയ്തത്, യേശു നമ്മളെ എത്രമാത്രം സഹിച്ചു എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ വെർബലായും ഫിസിക്കലായുമുള്ള ഈ അബ്യൂസ്, ഈ തരത്തിലുള്ള ഇടപാട് കൊണ്ട് ആമേൻ ദൈവം നമ്മളെ പഠിപ്പിക്കട്ടെ. അതിൽ നിന്ന് നമ്മൾ പിന്മാറുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. സ്വത്രം. പിന്നീടുള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മൾ സ്റ്റേബിളായിട്ട് ഒരു നിയമം വരുത്തുന്നില്ല. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പറയാം, നമ്മൾ അത് ഒരുപക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപക്ഷെ കാണത്തില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ആയിരിക്കുന്ന ഈ ഈ ഈ ഈ സ്ഥലത്ത് അത് കൂടുതൽ ഞാൻ കാണാറുണ്ട്. സ്വത്രം. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിലരുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ആദ്യമായി സംസാരിച്ചൊക്കെ വരികയാണെങ്കിൽ അവർ മോശമായ ഭാഷയിൽ സംസാരിക്കും, ചിലപ്പോൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കും. അപ്പം അവരുടെ മാതാപിതാക്കൾ അങ്ങനെ പറയത്തില്ലെങ്കിലും അവരുടെ അപ്പനമ്മയുടെ എന്താണ് ദാദി, അപ്പച്ചൻ, അമ്മച്ചിമാർ, സ്വത്രം, അപ്പം അവരിരുന്നുകൊണ്ട് പറയും, ഓ എൻ്റെ മോൻ പറയുന്നു, എൻ്റെ മോൻ സംസാരിക്കുന്നത് കണ്ടോ, അവൻ ചീത്ത വിളിക്കുന്നു. അല്ലെങ്കിൽ ആ ചീത്ത വിളിക്കുന്നത് അവർക്കൊരു സന്തോഷം അല്ലെ, ഒരു പ്രോത്സാഹനം. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലായിരിക്കും, എനിക്കറിയില്ല. സ്വത്രം. അപ്പം അവർ കൊച്ചു കുഞ്ഞുങ്ങൾ ചീത്ത വിളിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. കണ്ടോ, അവനെ എടാന്ന് വിളിച്ചു, അവനെ എടീന്ന് വിളിച്ചു, അതൊക്കെ അവർക്കൊരു സന്തോഷമാണ്. സ്വത്രം. അപ്പം അത് സന്തോഷിക്കും. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞ് 10 ആളുകളുടെ മുന്നിലിരുന്ന് ഇച്ചിരി ഒന്ന് വളർന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങും. സ്വത്രം. അപ്പം നമ്മൾ അതിനെ വിലക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് ദേഷ്യം വരും. കാരണം ഓൾറെഡി യൂസ്ഡ് ആയത്, അത് വിളിച്ച് പരിചയമായതാ. സ്വത്രം. അത് തെറ്റാണെങ്കിൽ നമ്മൾ ആദ്യം മുതലേ അത് സ്നേഹത്തിന്റെ ഭാഷയിൽ തിരുത്താൻ നമ്മൾ ശ്രമിച്ചില്ല. സ്വത്രം. തിരുത്താൻ നമ്മൾ ശ്രമിച്ചില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൺഫ്യൂഷനായി പോകുന്നു. പിന്നീട് അത് അവരെ കോപത്തിലേക്ക് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ അത് ഇറിറ്റേഷനിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ ഒരു കാര്യത്തെ തെറ്റാണെങ്കിൽ അതിന് തുടക്കം മുതലേ അത് സ്നേഹത്തിന്റെ വഴിയിൽ തെറ്റാണെന്ന് ബോധ്യമാക്കുവാൻ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ കർത്താവ് തെറ്റിനെ തെറ്റെന്ന് തന്നെ കാണിക്കുകയാണ് ബൈബിൾ ചെയ്തത്. സ്വത്രം. അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് തെറ്റായിരുന്നു, പിന്നീട് അതൊന്നും തെറ്റല്ല എന്ന് ബൈബിളിൽ കാണിക്കുന്നില്ല. തെറ്റ് എപ്പോഴും ബൈബിൾ പ്രകാരം ദൈവവചനം തെറ്റെന്ന് തന്നെയാണ് കാണിക്കുന്നത്. സ്വത്രം. അത് ഇപ്പോൾ വന്ന ദൈവമക്കൾക്കും നാളെ 10 വർഷം കഴിഞ്ഞ് വിശ്വാസത്തിലായിരിക്കുന്നവർക്കും ബൈബിൾ പാപം എന്ന് പറയുന്നത് പാപം തന്നെയാണ്. സ്വത്രം. അതുകൊണ്ട് നമ്മൾ സ്റ്റേബിളായി പാപത്തെ പാപമെന്ന് കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ഈ കോപത്തിലേക്കും നമ്മുടെ പേരന്റിങ്ങിന്റെ മിസ്റ്റേക്ക് കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. സ്വത്രം. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ സെൽഫിഷായി ഇടപെടുന്നു. സെൽഫിഷായിട്ട് ഇടപെടുക എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടി സമയമില്ല, പിന്നെ കുഞ്ഞുങ്ങളോട് പക്ഷേ ഞാൻ പറയും അതൊക്കെ ചെയ്ത് വെച്ചിരിക്കണം, ഇത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുകയാണ് എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ അതിനെനിക്ക് സമയമില്ല, എനിക്ക് അതിന് സമയമൊന്നുമില്ല, എൻ്റെ കാര്യം നിങ്ങൾ ചെയ്തോണം, നിങ്ങളുടെ ഡിമാൻഡൊന്നും പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിച്ചോണം, നിങ്ങളുടെ പ്രത്യേകിച്ച് എനിക്കൊന്നും നിങ്ങൾക്ക് ചില പേരൻ്റ് ഉണ്ട്, എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നത് കേട്ടെ, ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ പറയുന്നത് കേൾക്കണം. കുഞ്ഞുങ്ങളെ പറയാൻ പോലും അനുവദിക്കുന്നില്ല. അതവരെ ഡിസ്കറേജ്മെന്റിലേക്കും വളരെ ശക്തമായ കോപത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യവും ഈ പറഞ്ഞ കാര്യവും ഒക്കെ കുഞ്ഞുങ്ങളെ പിന്നീട് മാതാപിതാക്കളെ വെറുപ്പിക്കാൻ വരെ കാരണമാകാറുണ്ട്. വെറുതെ ഇങ്ങനെ അടിക്കുന്ന കുഞ്ഞുങ്ങൾ. സ്തോത്രം. അവർ ചിലപ്പോൾ അപ്പോൾ അങ്ങ് സഹിക്കും, കാരണം അവർക്ക് തിരിച്ചടിക്കാനും അല്ലെങ്കിൽ തിരിച്ചു പറയാനും പേടിയായതുകൊണ്ട്. സ്തോത്രം. പക്ഷെ ചിലപ്പോൾ വളർന്നു കഴിഞ്ഞാൽ അവർ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ മറക്കാൻ ദൈവം അസാധ്യമായ കൃപ തരും. പക്ഷെ അവർ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്നാൽ പോലും അറിയാം, എന്നെ എൻ്റെ പപ്പ ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു, എന്തിനാ അടിച്ചതുപോലും എനിക്കറിയത്തില്ല. അവർ അത് പറഞ്ഞ് കോപിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരെ പറ്റി കണ്ടിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കാം. സ്വത്രം. അവർക്ക് വളർന്നു വരുമ്പോൾ പപ്പയോട് അങ്ങ് വളരെ വെറുപ്പായി മാറും. സ്വത്രം. വളരെ എന്താണ് പറയുന്നത്, ഒരു വിധത്തിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പിതാവിനോട് വളരുമ്പോൾ ഇടപെടാൻ സാധ്യതയുണ്ട്. അവർ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരിക്കലും അവർ ചെയ്യില്ല. സ്വത്രം. അവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അതിനെ വിജയിച്ചവരായിരിക്കും. സ്വത്രം. അതുകൊണ്ട് സെൽഫിഷായ പേരന്റിങ് അവരെ ഡിസ്കറേജ്മെന്റിലേക്കും ദേഷ്യത്തിലേക്കും കൊണ്ടെത്തിക്കാം. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഫേവർ എന്ത് പറയുന്നത്, ഒരു 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങളെ 2 രീതിയിൽ കാണുകയാണ്. സ്വത്രം. അതിനെക്കുറിച്ച് ഞാൻ അന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതുകൊണ്ട് എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കഴിവുകളുണ്ട്. ചില മേഖലകളിൽ ഒരു കുഞ്ഞ് മുമ്പിലാണ്, ചില മേഖലകളിൽ ഒരു കുഞ്ഞ് പുറകിലാണ്. സ്വത്രം. എനിക്ക് മൂത്ത കുഞ്ഞ് നേടുന്ന ഒരു കാര്യം ഇളയ കുഞ്ഞ് നേടണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ കഴിയത്തില്ല.
മൂത്ത കുഞ്ഞ് എന്നെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇളയ കുഞ്ഞെന്നെ സഹായിക്കാറില്ല. സ്തോത്രം. ഈ രണ്ടു പേരിലും രണ്ടു പേരുടേതുമായ വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്. അതൊരിക്കലും ഞാൻ കണ്ടോ അവൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. സ്തോത്രം. അത് ഇവൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ഇവൾ എന്നോട് കൂടുതൽ സ്നേഹിക്കുന്നെന്നും അവൾ അത് ചെയ്യാത്തത് കൊണ്ട് അവൾ എന്നെ കുറച്ച് സ്നേഹിക്കുന്നെന്നും മാതാപിതാക്കൾ കണ്ടിട്ട് മറ്റൊരു കുഞ്ഞിനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ ശരിയല്ല നീ ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ചില മാതാപിതാക്കൾക്ക് ഇത് ഞാനന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ചില മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലാവുന്നത് പോലുമില്ല. നമ്മളോട് സ്നേഹത്തോട് ഇടപെടുന്നതിന് മാത്രമേ നമ്മൾ സ്നേഹിക്കുന്നുള്ളൂ എന്ന് ചിലർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അവർക്ക് അങ്ങനെ ഇടപെടാനേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ വിടാനേ സാഹചര്യമുള്ളൂ. അങ്ങനെ അവരുടെ ഒരു സ്വഭാവതാണ്. സ്വതന്ത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു എന്താണ് ഇതിന്റെ തൊട്ട് താഴെ കാണുന്നുണ്ടല്ലോ, കർത്താവിന് മുഖപക്ഷമില്ല. കർത്താവ് നമ്മളോട് ഇടപെട്ടത്, ദൈവം ക്രൂശിൽ മരിച്ചത് പത്രോസിന് വേണ്ടി കൂടുതൽ രക്തം കൊടുക്കുകയും എനിക്ക് വേണ്ടി കുറച്ച് രക്തം തിരികൊന്നും ചെയ്തില്ല. സ്വത്രം. യേശു യോഹന്നാനെ സ്നേഹിച്ചതുപോലെയും യാക്കോബിനെ സ്നേഹിച്ചതുപോലെയും തന്നെ യൂദയും സ്നേഹിച്ചു. അവസാനം വരെ സ്നേഹിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് റിസീവ് ചെയ്യാൻ കഴിഞ്ഞില്ല, അദ്ദേഹം അത് സ്വീകരിച്ചില്ല എന്നുള്ളത് ഒരു ഭാഗമാണെങ്കിലും കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് വ്യക്തിപരമായി യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവത്തിനെല്ലാം മനസ്സിലാകുന്ന ഒരു സത്യം ഉണ്ടല്ലോ. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നത്, അല്ലെ? യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ പറയുമെങ്കിലും, യേശു ലോകത്തിനു വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിലും, വ്യക്തിപരമായി യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട എല്ലാവരും വിശ്വസിക്കുന്നത് എന്താ? യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി രക്തമൊഴുക്കി, യേശു എനിക്ക് വേണ്ടി അടികൊണ്ടു, യേശു എനിക്ക് വേണ്ടി നഗ്നനായി, യേശു എനിക്ക് വേണ്ടി. അപ്പൊ യേശുവിന്റെ സ്നേഹത്തെ പിതാവ് പുത്രനിൽ കൂടി വെളിപ്പെടുത്തിയത് നമുക്കെല്ലാവർക്കും ലഭിച്ചതും കർത്താവ് കാണിച്ചതും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് തന്റെ ഏകജാതനെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം, ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അതൊക്കെ ദൈവം ലോകത്തിന്റെ മുന്നിൽ റോമാലേഖന പ്രകാരം പറഞ്ഞാൽ ദൈവം അങ്ങനെ നമ്മളെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അത് എല്ലാവർക്കും ഒരുപോലെയാണ്. സ്തോത്രം. അതുകൊണ്ട് ഒരു ഫേവറായി ഇടപെടുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. സ്തോത്രം. അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അംഗീകരിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് തയ്യാറാകണം. സ്തോത്രം. കൂടുതൽ നമ്മളെ സഹായിച്ചവരോട് കൂടുതൽ സ്നേഹവും, ചിലപ്പോൾ അങ്ങനെ സഹായിക്കാൻ നമുക്ക് സാധ്യതയില്ലാത്തവരോടും അങ്ങനെ കഴിവില്ലാത്തവരോടും കുറച്ച് സ്നേഹവും കഴിവ് കെട്ടവരായി കണ്ടിട്ട് അവരെ താഴ്ത്തിക്കെട്ടുന്നത് അവരിൽ ഡിസ്കറേജ്മെന്റിലേക്കും അല്ലെങ്കിൽ അവരെ കോപത്തിലേക്കും അവരെ നമ്മളിൽ നിന്ന് അകറ്റത്തക്ക രീതിയിലുള്ള ഒരു ഇറിറ്റേഷനിലേക്കും കൊണ്ടുപോകാൻ, നമ്മൾ തന്നെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായി മാറുവാൻ വലിയ സാധ്യതയുണ്ട്. സ്തോത്രം. ആമേൻ. അടുത്തത് എന്ന് പറയുന്നത് മോർ എക്സ്പെക്ടേഷൻ. വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നു. സ്തോത്രം. അല്ലെ? വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നു. ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് വളരെ കണക്റ്റഡ് ആണ്. നമ്മുടെ കുഞ്ഞിന്റെ കപ്പാസിറ്റി നമ്മൾ അറിയുന്നില്ല. അത് അറിയാതെ എന്ത് ചെയ്യുന്നു നമ്മൾ? സ്തോത്രം. അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുക, നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക. ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറയാം പരീക്ഷയുടെ തലേന്ന് നമ്മൾ കുഞ്ഞിനോട് പറയുക, അതുവരെ നമ്മൾ പഠിപ്പിച്ചൊന്നുമില്ല, അല്ല അതുവരെ നമ്മൾ നോക്കിയൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് അതുവരെ നമ്മൾ ശ്രദ്ധിച്ചു നമ്മൾ പറഞ്ഞതൊന്നുമില്ല. പരീക്ഷയുടെ തലേന്നാകുമ്പോൾ 10 ചാപ്റ്റർ ഉണ്ട്, ഇന്ന് രാത്രി എത്ര മണിയാ, 10-12 മണി വരെ സമയമുണ്ട്, അതിനിടയിൽ ഇത് മുഴുവൻ പഠിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ, ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ, അത് അവരിൽ നമ്മൾ ഓവറായി അവർക്ക് കഴിയാൻ അവർക്ക് പറ്റാത്തൊരു. ഇപ്പൊ ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. സ്തോത്രം. അപ്പം ഞാൻ ഇപ്പോൾ എന്റെ കുഞ്ഞിനോട് പറയുക 95% മാർക്ക് വാങ്ങി, ചിലപ്പോൾ ദൈവം അവർക്ക് ബുദ്ധി കൊടുത്താൽ അങ്ങനെ കഴിയുമായിരിക്കാം, 99 വാങ്ങിക്കൊണ്ട് വരട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ പറയാം, അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പിന്നീട് അവർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന മാർക്ക് പോലും മേടിക്കാൻ പറ്റാതെ അവർ ഡിസ്കറേജ് ആയി പോകും. അവരിൽ നിന്നും കർത്താവ് നമ്മളെ പ്രതീക്ഷിച്ചതുപോലെ നമ്മളായോ? യേശു നമ്മളിൽ നിന്നും പുത്രനെ തന്നിട്ട് ക്രൂശ് പോലെ ഒരു സ്നേഹം കാണിച്ചിട്ട് നമ്മുടെ മുന്നിൽ ഒരു മാതൃക വെച്ചേച്ചു പോയിട്ട്, അബ്രഹാമിന് ഇല്ലാത്ത ഒരു മാതൃക നമുക്ക് തന്നിട്ട് അബ്രഹാമിനെ പോലെ ഈ ലോകത്തെ വെറുത്ത് കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. തന്റെ മകനെ ബലിയൽപ്പിക്കാൻ പോലും അബ്രഹാം തയ്യാറായി. ക്രൂശിനെ പോലെ ഒരു സ്നേഹം നമുക്ക് ഇന്ന് വായിച്ചറിഞ്ഞ് വെളിപ്പെട്ടതുപോലെ അബ്രഹാമിന് വെളിപ്പെട്ടില്ല. ആ മനുഷ്യൻ ഒറ്റയ്ക്ക് കർത്താവിന്റെ വാക്കിട്ട് ഇറങ്ങിപ്പോയതാ. പക്ഷെ നമുക്ക് ഇത്രത്തോളം സത്യം വെളിപ്പെടുത്തി തന്നിരിക്കെ കർത്താവ് എത്രമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പത്രോസും കൂടെ കർത്താവ് ചോദിച്ചത്, പത്രോസേ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് അത് പ്രതീക്ഷിച്ചിട്ടും കർത്താവിന് ചാൻസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടി നമുക്കറിയാവുന്ന കാര്യത്തെ
അമിതമായി നമ്മൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എത്രമാത്രം അവർ ഉരുകുന്നുണ്ടായിരിക്കും. സ്തോത്രം. അവർ എത്രമാത്രം തകർക്കപ്പെടുന്നുണ്ടായിരിക്കാം. ഇനി ഒരുപക്ഷെ അത് നമ്മുടെ ആഗ്രഹമായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ എത്രമാത്രം മറ്റുള്ളവരോട് ഡിസ്കറേജ് ആവുന്നുണ്ട്. അവർ എത്രമാത്രം നമ്മുടെ കുഴപ്പം കൊണ്ട് ഇതൊക്കെ നമ്മുടെ കുഴപ്പമാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഒരു പേരന്റ് എന്നുള്ള രീതിയിലുള്ള പേരന്റിങ്ങിന്റെ കുഴപ്പമാണ്. സ്തോത്രം. ആ ഡിസ്കറേജ് ആയി പോകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. കാരണം കർത്താവ് നമ്മളോട് അത് കാണിച്ചില്ല. കർത്താവ് നമ്മളോട് അത് കാണിച്ചിട്ടില്ല. ഇനി ആമേൻ സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി പോയിന്റ് എൻ്റെ കയ്യിലുണ്ട്. സ്തോത്രം. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ആമേൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഓവറായി നമ്മൾ സ്നേഹം കാണിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്തോത്രം. അവർക്ക് എന്ത് ചെയ്താലും കുഞ്ഞല്ലേ കുഞ്ഞല്ലേ കുഞ്ഞല്ലേ, അവർക്ക് എന്നും കുഞ്ഞാണ്. സ്തോത്രം. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കെന്നും കുഞ്ഞാണ്. അത്രയും പ്രായത്തിന് ഡിഫറൻറ്റ് ഉണ്ടെങ്കിലും അവർ വളരുന്നുണ്ട്. സ്തോത്രം. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ, തിരുത്തുവാൻ നമ്മളെ ബൈബിൾ പ്രകാരം അടിക്കാത്ത അല്ലെങ്കിൽ ശിക്ഷിക്കാത്ത അല്ലെങ്കിൽ തിരുത്താത്ത ഒരു മാതാവും പിതാവും യഥാർത്ഥ സ്നേഹമല്ല മക്കളോട് കാണിക്കുന്നതാണ് ബൈബിൾ അത് വ്യക്തമായിട്ട് പറയുന്നത്. സ്വന്തം ചില ആളുകൾ പറയുന്നത്, ഞാനിതുവരെ എൻ്റെ കുഞ്ഞിനെ ശിക്ഷിച്ചിട്ടില്ല. സ്വന്തം ഞാനിതുവരെ എൻ്റെ കുഞ്ഞിനെ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. അതൊരു നല്ല അവസരമായിട്ടോ, അങ്ങനെ കുഞ്ഞുങ്ങൾ വഴക്ക് പറയാറ് നല്ലതായി വളരെ നിങ്ങൾ വളരട്ടെ. പക്ഷേ ആമീൻ അതൊന്നും ബൈബിൾ പ്രകാരം നമുക്ക് ഉയർച്ച പറയാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. കാരണം കർത്താവ് ശിക്ഷണ നടപടികളിൽ കൂടിയാണ് ഒരു ദൈവം ഇതിനെ വളർത്തിക്കൊണ്ടു പോകുന്നത്. സ്തോത്രം. കാരണം കർത്താവ് പലപ്പോഴും നമ്മളെ കഷ്ടത്തിൽ കൂടി കടത്തിവിട്ടത് കേവലം ശോധന മാത്രമായിരുന്നില്ല, ചിലപ്പോൾ ശിക്ഷണം കൂടിയായിരുന്നു. നമുക്കൊരു രോഗം വന്നത്, നമ്മൾ പെട്ടെന്നൊരു വിഷയത്തിലായി പോയത്, പെട്ടെന്നൊരു ഞെരുക്കം വന്നത്, പെട്ടെന്നൊരു പ്രയാസം, നമ്മൾ ചിന്തിക്കും അയ്യോ അത് പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ കർത്താവ്. അങ്ങനെ ചിലപ്പോൾ ശോധനയൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു പ്രിവിലേജ് കർത്താവ് ചിലപ്പം നമ്മളെ നിന്ന് മാറ്റി വെച്ചത് ചിലപ്പോൾ നമ്മളെ ഒരു ഡിസിപ്ലിൻ പഠിപ്പിക്കാനായിരിക്കാം. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എഫേസ്യ ലേഖനം ചേർത്ത് പറഞ്ഞാൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ശിക്ഷണ നടപടിയിൽ കൂടി കർത്താവ് നമ്മളെ നയിക്കുമെന്ന് പറയുന്നത് ദൈവജനത്തിലെ മാറ്റമില്ലാത്ത സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എബ്രായ ലേഖനം 12-ാമത്തെ വാക്യത്തിൽ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഞാനിത് എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ദൈവസന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം നമ്മളോട് കാണിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ മറന്നു കളഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുവാനായി ശ്രമിക്കരുത്. സ്തോത്രം. അത് അവരെ ഡിസ്കറേജ് ചെയ്യും. സ്തോത്രം. എന്താണ് ഇവിടെ പറയുന്നത്? പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ഇപ്പൊ കർത്താവ് നമ്മളോട് കാണിച്ച, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ചേർത്ത് ചിന്തിച്ചോണം. കർത്താവ് നമ്മളോട് എങ്ങനെ കാണിച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം ഞാൻ സംസാരിച്ചതാണ്. സ്തോത്രം. അതുകൊണ്ട് ആ മാതൃക നമ്മളോളം എത്തിയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 6-7 പോയിന്റ് അല്ലെങ്കിൽ 8 പോയിന്റോളം അല്ലെങ്കിൽ 9 പോയിന്റോളം ഞാൻ പല രീതിയിൽ പറഞ്ഞത് നിങ്ങളോളം എത്തിക്കാണമെന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇടപെട്ടില്ലെങ്കിൽ അവർ അധൈര്യപ്പെടാൻ സാധ്യതയുണ്ട്. അവർ കോപിക്കുന്നത് ഇതുകൊണ്ടാണെങ്കിൽ അത് കർത്താവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കർത്താവ് നമ്മളോട് കാണിച്ച ഡീല് ചെയ്തത് എന്താണെന്ന് നമുക്കിതൊരു മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ആഴത്തിൽ കടന്നു വരുവാൻ ഈ കൊലോസ്യ ലേഖനത്തിൽ കൂടി കർത്താവ് തരുന്ന അവസരങ്ങളാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ദൈവം ഒരു നല്ല മാതാവായി പിതാവായിരുന്നു കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. വേഗത്തിൽ അടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ട് ദൈവസന്നിധിയിൽ ആമേൻ നിർത്തുവാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ആമേൻ അടുത്ത് 22, 23, 24, 25 വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് അല്പം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ദൈവസന്നിധിയിൽ അവസാനിപ്പിക്കാം. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. ആമേൻ. ഇനി അടുത്തത് ഭാര്യയെ കുറിച്ച് ആദ്യം പറഞ്ഞു, പിന്നീട് ഭർത്താവിനെ കുറിച്ച് പറയുന്നു, അതിനുശേഷം മക്കളെ കുറിച്ച്. എത്ര ക്രമമായിട്ടാണ് പറയുന്നത്? പിന്നെ മക്കളെ കുറിച്ച് പറഞ്ഞു, ഭാര്യ, ഭർത്താവ്, മക്കൾ. അതിനുശേഷം പിതാക്കന്മാരുടെ കടമ പറയുന്നു. അതിനുശേഷം പെട്ടെന്ന് പറയുകയാണ് ദാസന്മാർ. കാരണം അത് കേവലം ഇപ്പോഴത്തെ പശ്ചാത്തലം മാത്രമല്ല, അന്നത്തെ പശ്ചാത്തലത്തോട് ചേർത്തിട്ട്. കാരണം അന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അടിമകൾ ഭവനത്തിലുണ്ട്. ഇത് കേവലം നമ്മൾ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ജോലിയുമായിട്ട് ചേർത്ത് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റില്ല. പക്ഷെ പൗലോസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇത് പോകുന്നത് അന്നത്തെ ഭവനങ്ങളിലായിരിക്കുന്ന അടിമകളെ പറ്റിയാണ്. ഭവനത്തിൽ
ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഏതാണ്ട് 60 ദശലക്ഷത്തിൽ കണക്കിന് അടിമകൾ പൗലൂസിന്റെ കാലഘട്ടത്തിൽ ഉണ്ട് എന്നാണ് ഞാനിങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വത്രം ഇത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി അടിമകളുള്ള കാലഘട്ടമായിരുന്നു അത്, അടിമകൾ. അപ്പം കേവലം ഒരുവിധപ്പെട്ട എല്ലാ നല്ല കുടുംബങ്ങളിലും അടിമകളുണ്ട്, അവർക്ക് ജോലിക്കായിട്ട് ഭവനത്തിലുണ്ട്. സ്വത്രം. എന്നാൽ വിശ്വാസത്തിൽ വന്ന അടിമകളുണ്ട്, വിശ്വാസത്തിൽ വന്ന യജമാനനുണ്ട്. പൗലോസിന്റെ കാലഘട്ടത്തിൽ പോലും നമുക്ക് ഫിലമോന്റെ ലേഖനത്തിലൊക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പം വിശ്വാസത്തിൽ വന്ന ഒരു അടിമ വിശ്വാസത്തിലായിരിക്കുന്ന ഒരു യജമാനനോട് എങ്ങനെ ഇടപെടണം എന്നാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. അതല്ലാത്തവരോടും ബാധകമാണ്. സ്വത്രം. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ബൈബിളിലെ ഒരു സത്യം നമ്മൾ അടിമ വ്യവസ്ഥയുമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആദ്യം എന്ന് പറയുന്നത്, അടിമ വ്യവസ്ഥ മാറ്റുക എന്നതല്ല ബൈബിളിൽ കൂടി ഇവിടെ പൗലോസ് പറയുന്നത്. സ്വത്രം. അടിമത്വത്തിലായിരിക്കുന്ന ജനത്തിന് മുഴുവൻ സ്വാതന്ത്ര്യം തന്നുകൊണ്ട് അടിമത്വത്തെ വിടിവിക്കുന്നു. അങ്ങനെ ഒരു എന്താണ് പറയുന്നത്, ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നില്ല. സ്വത്രം. ഞാൻ അതിലേക്കൊക്കെ വരാൻ സമയമുണ്ടെങ്കിൽ അതെങ്ങനെ പിന്നെ അതിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ ശ്രമിക്കാം. സ്വത്രം. പിന്നെ ദൈവം എന്താണ് ശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ, അടിമകളായിരിക്കുമ്പോൾ തന്നെ എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ഇത് ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഏത് സാഹചര്യത്തിലും, ഏത് അവസ്ഥയിലും, ഏത് സംസ്കാരത്തിലും, ഏത് നേതാക്കന്മാരുടെ അണ്ടറിൽ നിന്നുകൊണ്ടും, ഏത് കഠിനമായ സാഹചര്യത്തിലും നമുക്ക് ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ കഴിയും. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം. നമ്മളൊരു യജമാനനായിരുന്നാലും, നമ്മളൊരു ഭാര്യയായിരുന്നാലും, ഭർത്താവായാലും, കുഞ്ഞായിരുന്നാലും, പിതാവായാലും, അല്ലെങ്കിൽ ഒരു ദാസനായാലും, സ്വതന്ത്രനായാലും, നമ്മളുടെ ദൈവവചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ ക്രിസ്തുവിനെ അറിയുവാൻ കഴിയും, ഫോളോ ചെയ്യുവാൻ കഴിയുമെന്നാണ്. അതാണ് ഇതിന്റെ മുഴുവനായ അർത്ഥം. ഇനി നിങ്ങളൊരു ഭർത്താവല്ല, ഒരു ഭാര്യയല്ല, നിങ്ങളൊരു കുഞ്ഞല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു പപ്പയല്ല, നിങ്ങളൊരു മമ്മിയല്ല എങ്കിൽ പോലും, നിങ്ങൾ കേവലം ഒരു സ്ലേവ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കർത്താവിനെ അറിയാൻ വഴിയുണ്ട്. നിങ്ങൾക്ക് ദൈവവചനത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് ക്രിസ്ത്യാനിയായി തുടരുവാൻ ദൈവവചനം നമുക്ക് വ്യവസ്ഥ നൽകുന്നുണ്ട്. കാരണം നമ്മളായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ, ആദിമ കാലഘട്ടത്തിൽ സുവിശേഷം വന്നത് അടിമത്വത്തിൽ നിന്ന് വിടിവിച്ച് അവരെ യജമാനനാക്കുകയായിരുന്നില്ല. പ്രത്യുത പാപത്തിന്റെ അടിമത്വത്തിലായിരുന്ന ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു സുവിശേഷത്തിന്റെ ഏറ്റവും മെയിനായ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വത്രം. അവർ അടിമകളായി ആ ഭവനത്തിൽ തുടരുമ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി എങ്ങനെ ഇടപെടുക എന്നതാണ് ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ജീവിത ശൈലിയിൽ കൂടി അടിമത്വം അവസാനിപ്പിക്കുന്നതായിരുന്നു ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. സ്വത്രം. അടിമയായി തുടർന്നുകൊണ്ട് തന്നെ അടിമത്വത്തിന്റെ ശക്തിയെ എടുത്തുമാറ്റുന്ന ശക്തിയായിരുന്നു സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. സ്വത്രം. അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വത്രം. അതിലൂടെ തന്നെയാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. സ്വത്രം. കർത്താവായ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ജനത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങളോട് ഒരാൾ ഒരു നാഴിക നടക്കുവാനായി നിങ്ങളുടെ ആവശ്യപ്പെട്ടാൽ, ആ വചനം എങ്ങനെയായിരുന്നു? സ്വത്രം. നിങ്ങൾ ആ വാക്യം നിങ്ങൾക്കറിയാമോ, കാണാതറിയാമോ എന്ന് പറയാമോ? സ്തോത്രം. ആർക്കും ലഭിച്ചെങ്കിൽ വായിച്ചോട്ടെ. അല്ലെങ്കിൽ നമ്മളോട് അല്പദൂരം നമ്മളോട് നടക്കുവാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടാൽ, അല്പദൂരം ബുദ്ധിമുട്ട് നടക്കുക എന്നല്ല, ആവശ്യപ്പെട്ടതിനേക്കാൾ അധികമായി നമ്മൾ നടക്കുവാൻ തയ്യാറാകണമെന്നാണ് ദൈവത്തിൽ പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ അടിമകളായിരിക്കുമ്പോൾ തന്നെ യജമാനന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. അല്ലാതെ എനിക്കിങ്ങനൊന്നും ജീവിക്കാൻ കഴിയത്തില്ല പാസ്റ്റർ, എനിക്കിങ്ങനൊന്നും പറ്റത്തില്ല, എനിക്ക് കർത്താവിനെ സ്വതന്ത്രനാക്കി, ഞാൻ കർത്താവിനെ അറിഞ്ഞു, എനിക്ക് കുറച്ച് പ്രിവിലേജ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാഴിക നടക്കാൻ പറഞ്ഞാൽ സ്തോത്രം, അല്പം കൂടി പോകണം എന്നതാണ് ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ വചനത്തിന്റെ സത്യങ്ങളെ അതുപോലെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം. ദൈവവചനത്തിൽ എന്താണ് പറയുന്നത്? ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? സകലത്തിലും നമ്മുടെ യജമാനനെ, അല്ലെങ്കിൽ അന്നത്തെ അടിമയോട് പറയുകയാണ്, നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ യജമാനൻ ക്രിസ്തുവിലേക്ക് വന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു ദാസനാണെങ്കിൽ ദാസനായി തന്നെ ആ ഭവനത്തിൽ തുടരണം.
ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ഒരുപക്ഷെ യജമാനൻ ദാസനോട് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സംസാരിക്കും, ഇടപെടും. അതുകൊണ്ട് ദാസൻ ഇനി യജമാനൻ എന്ന് കാണാതിരിക്കണമെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ആ പൊസിഷനിൽ ആയിരിക്കുമ്പോൾ, ഞാൻ മുമ്പേ ഭാര്യയും ഭർത്താവിന്റെ കാര്യം പറഞ്ഞതുപോലെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേക വ്യവസ്ഥകളുണ്ട്, ദൈവം കൊടുത്തിരിക്കുന്ന നയിക്കുന്ന വഴികളുണ്ട്. അത് അപ്രകാരം പോയെങ്കിൽ മാത്രമേ കർത്താവ് എപ്രകാരമാണ് നമ്മൾക്ക് വേണ്ടി താണിറങ്ങി വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ ഇത് വേഗത്തിൽ പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കാം. ഈ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് കുറച്ചുകൂടി അടുത്ത് ചിന്തിക്കാം. സ്തോത്രം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഈ ഭാഗങ്ങൾ കൊലോസ്യ ലേഖനമായി ചേർത്ത് പറഞ്ഞപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞത് ഇതായിരുന്നു. ഇവിടെ ദാസന്മാരുടെ കാര്യവും പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയേ, ആ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. ആമേൻ. അവിടെ എല്ലാം പറഞ്ഞത് കർത്താവിനെന്ന പോലെ, കണ്ടോ, കർത്താവിനെന്ന പോലെ. ഇവിടെ എല്ലാം കർത്താവിനെ എടുത്തു വെക്കുന്ന. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കർത്താവിനെ മനസ്സിലാക്കാനും കർത്താവിനെ അനുഭവിക്കാനും നമുക്ക് ലഭിക്കുന്ന ദൈവിക അവസരങ്ങളാണ്. അത് നമ്മുടെ ലൈഫിൽ വിവിധ സാഹചര്യങ്ങളായി ദൈവം നമുക്ക് തന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പോകണം. കാരണം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, ഇത് ഭാര്യയുടെ കാര്യമായി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. സ്തോത്രം. ആമേൻ. ഫിലിപ്പിയ ലേഖനം 2:6 വാക്യത്തിൽ ഇതേ വാക്ക് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന. ഡൂലോസ് എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ദാസൻ എന്ന് പറയുന്ന, അടിമ എന്ന് പറഞ്ഞിരിക്കുന്ന ഉപയോഗിച്ചിരുന്ന വാക്ക് തന്നെയാണ് അവിടെയും ഫിലിപ്പിയ ലേഖനം 2:6 ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി എന്ന് പറയുന്ന ഭാഗത്തും ഇതേ സാഹചര്യം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യേശു എന്നെയും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കേവലം ഒരു ദാസനായി തീർന്ന് ശിഷ്യന്മാരുടെ വരെ കാല് കഴുകിയും തുപ്പലേൽപ്പിക്കപ്പെടുന്ന അടിമയെപ്പോലെ ജീവിച്ച് നമ്മുടെ മുന്നിൽ ഒരു മാതൃക കാണിച്ചു തന്നു. ആ മാതൃക പിന്തുടരുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ അവസ്ഥയാണ് ഒരു അടിമയായിരിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. ഇതിനെ നമ്മുടെ സാഹചര്യമായി ചേർത്ത് പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളുടെ കൂടെ ജോലിക്ക് ഒരു സ്ഥാപനത്തിലായിരുന്നാൽ പോലും, ഫിലിപ്പിയ ലേഖനത്തിൽ മാത്രമല്ല, പത്രോസിന്റെ 1-ാം ലേഖനത്തിലും ഒക്കെ ഇതിന് സമാന വാക്യങ്ങളുണ്ട്. സ്തോത്രം. അത് നമുക്ക് പിന്നീട് നിങ്ങൾ വായിച്ച് ചിന്തിച്ചാട്ടെ. സ്തോത്രം. അതുമായിട്ടൊക്കെ ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് അടിമയായി നിൽക്കേണ്ട, കീഴടങ്ങി നിൽക്കേണ്ട, ഒന്ന് തലപൊക്കി നിൽക്കുവാൻ കഴിയാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവത്തിൽ, അടിമയെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റിയും ഇല്ല, ഒന്നും കിട്ടാൻ യോഗ്യതയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ശമ്പളം പോലും ചോദിക്കാൻ യോഗ്യതയില്ലാത്ത അവസരമാണ് ഈ അടിമ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കേണ്ട പോലെ വേതനം ലഭിക്കാതെ, നമുക്ക് ലഭിക്കേണ്ട പോലെ ആദരം ലഭിക്കാതെ, നമുക്ക് ലഭിക്കേണ്ട നന്മ തരാതെ, നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആകപ്പെട്ടു പോയാലും, ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോണേ. സ്തോത്രം. ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഒരു സ്ഥലത്ത് ജോലിക്കായിട്ട് ആകുമ്പോൾ, കേവലം, ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടുള്ളതാണ്, കേവലം ആ സ്ഥാപനത്തിലെ ജോലിക്കാരിയോ മാത്രമല്ല ആകുന്നത്, ഒരു സ്വർഗീയ ഗവൺമെന്റിന്റെ അപ്പോയിന്റ്മെന്റും കൂടെ അവിടെ നടക്കുന്നുണ്ട് ഈ വചനപ്രകാരം. സ്തോത്രം. കാരണം അവിടെ നമ്മളെ ആക്കി വെച്ചത് ഈ വചനപ്രകാരം ദൈവമാണ്, അല്ലെ? ഈ വചനത്തെ അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. കണ്ടോ, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ യേശുവിനെ അവിടെ പറയുകയാണ് കർത്താവിനെ സേവിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ബോസിനെ സേവിക്കുകയല്ല. ആ സ്ഥാപനത്തിൽ നിങ്ങൾ അങ്ങനെ സേവിച്ചാൽ ആ ബോസിന് അനുഗ്രഹം ഉണ്ടാകും, ആ സ്ഥാപനം വിജയിക്കുമെന്നുള്ളത് സത്യമാണ്. അതിൽ കൂടി അടിമ വ്യവസ്ഥ, ആ മോശമായ വ്യവസ്ഥ ചിലപ്പം മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും, അങ്ങനെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതാന്ത്യം വരെ പോയാൽ പോലും സാരമില്ല. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കർത്താവിന് പ്രസാദകരമാണത്. ഞാൻ ചുരുക്കി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളൊരു ജോലിയിലായിരുന്നപ്പോൾ, ദൈവം നിങ്ങളെ അവിടെ ആക്കിയപ്പോൾ, നിങ്ങൾ എത്ര കടം വീട്ടാൻ ആ ജോലി ഉപകരിച്ചു എന്നുള്ളതല്ല, ആ ജോലി മുഖാന്തരം നിങ്ങൾ എത്ര വീട് വയ്ക്കാൻ പറ്റിയെന്നുള്ളതല്ല, നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് എത്ര ആ ജോലി മുഖാന്തരം നന്മ ലഭിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്
ഈ വചനത്തിന്റെ മൊത്തത്തിലുള്ള ഉത്തരം അല്ലെങ്കിൽ ചോദ്യം. നമ്മളെ ദൈവം ആക്കി വെച്ച ഏത് പൊസിഷനിലായിരുന്നാലും ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാനും ദൈവം തരുന്ന നല്ല സാഹചര്യങ്ങളെ അത് വചനപ്രകാരം യൂസ് ചെയ്യുവാൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ ദൈവം അങ്ങോട്ട് തന്നെയാണ് നയിക്കുന്നത്. എന്നാൽ അങ്ങനെ നയിക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആയി പോകാതെ, ഞാൻ എന്തിനോ ഇങ്ങനെ അടിമവേല ചെയ്യുന്നത് എന്ന് ചിന്തിക്കാതെ, കർത്താവ് നമുക്ക് വേണ്ടി എത്രത്തോളം ദാസരൂപമെടുത്തൊരു ശേഷം അടിമയെപ്പോലെ എന്നെ രക്ഷിക്കാൻ, വ്യക്തിപരമായി നിങ്ങളെ രക്ഷിക്കാൻ എന്ന് ചിന്തിച്ചാട്ടെ, കടന്നു വന്നത് ബോധ്യമാകാൻ ദൈവം തരുന്ന മനോഹരമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കി കർത്താവിന് പ്രസാദകരമാണ്. മനസ്സോടെ ചെയ്യുവാൻ, കീഴടങ്ങിയിരിക്കുവാൻ, അനുസരിക്കുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിന്ന് വചനത്തിന് അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസനെയും